പറഞ്ഞത് പുഴയില് വലയെറിയാൻ. പിടയ്ക്കുന്ന മീനിനെ കാണാൻ ഉണ്ണിക്ക് ഇഷ്ടമാണല്ലോ. അവനിപ്പോ മീനിന്റെ പിടച്ചില് മാത്രമല്ല, മനുഷ്യന്റെ പിടച്ചിലും ഇഷ്ടമാണെന്നാ തോന്നുന്നത്. ഏയ്, ഞാൻ ആ പാടത്തോ വരമ്പത്തൊക്കെ നോക്കട്ടെ അവൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന്. നിന്റെ അങ്കിള് തന്നെ കണ്ടെത്തി തരും പാചകം അറിയാവുന്ന നല്ലൊരു സർവന്റിനെ. എന്ന് വച്ചാൽ നിന്റെ ഭാര്യയായി വരേണ്ടവൾ വീടിന്റെ 4 ചുവരിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടവളല്ല. ഒന്ന് പുറത്തു പോകുമ്പോ, ഒരു ഫംഗ്ഷന് പോകുമ്പോ നിനക്കൊപ്പം നിൽക്കാൻ കഴിയുന്നവളായിരിക്കണം നിന്റെ ഭാര്യ. നീ പറഞ്ഞതൊക്കെ എനിക്കറിയാം, പക്ഷേ ഏട്ടനോടുള്ള കടപ്പാട്. കടപ്പാട് മണ്ണാങ്കട്ട. നിന്നെ ആ വീട്ടിൽ തളച്ചിടാനാ നിന്റെ ഏട്ടൻ നോക്കുന്നത്. വലിയൊരു വീട്ടിലെ പെണ്ണ് വന്നാൽ തലയെടുപ്പോടെ നിൽക്കാൻ കഴിയില്ലെന്നുള്ള പേടി കാരണം. ആണല്ലോ അവൻ്റെതേ വെറും കൈയല്ല, തൂമ്പോ പിടിക്കുന്ന കയ്യാ. അതാ കരണത്ത് വിരലിലെ പാട് പതിഞ്ഞിരിക്കുന്നത്. ദുഷ്ടനാ, അതെനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. അങ്ങനൊന്നും പറയല്ലേ മോളെ. എത്ര വലിയ ഡോക്ടർ പഠിത്തം കഴിഞ്ഞ് വന്നാലും ഏട്ടന്റെ ഒരടി കിട്ടിയ പഞ്ചപുച്ഛം അടക്കി നിൽക്കും. നമ്മളതിനെ വിമർശിച്ചാലേ ഉണ്ണിമോൻ നമ്മളെയും ശത്രുവായി കാണും. ഇല്ല മാമി, ഇനിയും ഞാൻ അങ്ങനെ കൊച്ചുകുട്ടിയാവില്ല. എന്നെ തല്ലിയതിന് പിന്നില് മറ്റൊരു കാരണം കൂടിയുണ്ട്. പണം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ മോനെ? മനസ്സിനാണെങ്കിൽ ഒരു പയ്യനെ കിട്ടണ്ടേ? നീ ഒന്ന് സമ്മതം മൂളിയാ മതി, പിന്നെ ഒരു താമസവും ഇല്ല. എനിക്ക് ധൈര്യത്തോടെ നിന്നെ മരുമോനെന്ന് വിളിക്കാം. എന്റെ കവിളിലെ ഈ പാട് മാഞ്ഞു പോയാലും ഇതിന്റെ വേദന അത്ര പെട്ടെന്നൊന്നും ഞാൻ മറക്കില്ല. കാർത്തൂനെ അകറ്റി നിർത്താൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് മാമ. അവൾക്ക് ചില മോശം ബന്ധങ്ങളുണ്ടെന്ന് അമ്മ പറഞ്ഞു. അത് ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അല്ലെങ്കിൽ തന്നെ ഏതോ ഒരു മോശ സ്ത്രീയുടെ സന്തതിയല്ലേ. അമ്മ തെറ്റ് ചെയ്താ മക്കളും ഇനി ഈ ബന്ധം കൂട്ടിക്കെട്ടാൻ എനിക്കറിയാം. ഇവൻ ഈ വീട്ടിലെ അംഗമായി കഴിഞ്ഞു. അവന്റെ ഏട്ടന്റെ നെഞ്ചത്തുകൂടെ ഊഴുതും മറിച്ചിട്ടായാലും ശരി, ഇനി ഞാൻ ഇവനെ കൊണ്ട് എന്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടിക്കും. ഇത് കരുണന്റെ ഉറപ്പാ. കല്യാണമൊന്നും വേണ്ട. എന്താ മോളെ ഇങ്ങനെ? ഇന്നലത്തെ രാത്രി എങ്ങ് മറന്നു കളയാൻ കണ്ണേട്ടൻ പറഞ്ഞല്ലയോ? കലണ്ടറിൽ നോക്കിയപ്പോഴാ മനസ്സിലായത് ഇന്നലെ കറുത്തവാവ് കൂടിയായിരുന്നു. മോശം ദിവസം എന്റെ ഉണ്ണി ഒരു തെറ്റ് ചെയ്തു. അതിന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പോയിരിക്കുക, ഭഗവാന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ച് തെറ്റേറ്റു പറയാൻ. പിന്നെ മോളുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ അവനെ ഒന്ന് വിളിക്കാം. ബോധം കണ്ടിട്ടുണ്ട്. കീടനാശിനി തളിക്കാതെ തന്നെ ചീര കൃഷി കൊഴിപ്പിക്കാം. ഞാനതിന് മാർഗനിർദ്ദേശം പറഞ്ഞുതരാം. ഒരു 12 മണിയോടെ ഞാൻ വീട്ടിലേക്ക് വരാം. ശരി സാർ. അങ്ങനെ അടുപ്പൊന്നുമില്ല. എന്നാ അടുത്തോ?
കൃഷി ഓഫീസർക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ ഞാൻ മുന്നിൽ നിന്ന് ആ ബന്ധം നടത്തി തരും. ഇനിയിപ്പോ നടന്നില്ലെങ്കിലും ശരി, അനാഥ പെണ്ണിന് ഉണ്ണിയെ കിട്ടുകയല്ല. അവൻ ഞങ്ങൾക്ക് സ്വന്തമാ. എന്റെ മരുമോനവൻ. ഇറങ്ങുവന്ന്. കരകേച്ച് പറയാറുണ്ട് കൂടെ കൂടെ, കണ്ണനെ വഴിതെറ്റിക്കുന്നത് അത്രയും അവളാണെന്ന്. ഒരു കണക്കിന് അത് ശരിയാ. കല്യാണം കഴിഞ്ഞാൽ പിന്നെയാ ഞങ്ങളോടൊക്കെ അവന് വെറുപ്പ് കൂടിയത്. അവളെക്കാൾ നല്ലൊരു കുടുംബത്തിൽ നിന്ന് മോൻ പെണ്ണെടുക്കരുത്. അവക്ക് അത്രേ ഉള്ളൂ. ഇനി എന്തായാലും അത് നടക്കില്ല. കല്യാണം കഴിയുന്നതിന് മുമ്പെങ്കിലും ഒരു ചമ്മന്തിയെങ്കിലും അരയ്ക്കാൻ പഠിക്കരുത്. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ പപ്പ, എന്നിട്ട് വേണം എനിക്ക് അവിടെ ചിലരൊക്കെ ഒന്ന് ചമ്മന്തി ആക്കാൻ. പോട്ടെ, നിന്റെ കാർത്തിക് ഒരു അനാഥയാണെന്ന് ഇപ്പോഴാണ് നിനക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു ബന്ധം നിന്റെ വീട്ടുകാർ സമ്മതിക്കും? അവർക്കും അവരുടേതായ സങ്കല്പങ്ങളൊക്കെ കാണില്ലേ? അവളിപ്പോ അനാഥയല്ല. അവൾക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട് അവളെ സ്നേഹിക്കുന്നവർ. അവൾക്കാണെങ്കിലോ എല്ലാവരെയും സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ട്. അതാണ് എനിക്ക് വേണ്ടത്. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടി അവളെ എനിക്ക് വേണോടെ. എത്ര റിസ്ക് എടുത്തിട്ടായാലും ഞാൻ അവളെ സ്വന്തമാക്കുക തന്നെ ചെയ്യും. അപ്പോഴത്തെ സാഹചര്യം അതായിരുന്നു. എങ്കിലും അതവന് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഞാൻ തല്ലിയത് അവന് നൊന്ത് കാണില്ല പപ്പ. എത്രയൊക്കെ ആയാലും ഞാൻ അവന്റെ ചേട്ടനല്ലേ. എന്റെ മുഖത്തേക്ക് നോക്കാൻ അവന് പ്രയാസം. കണ്ണൻ ഇന്നലെ വരെ കണ്ട ഉണ്ണിയല്ല ഇന്നവൻ. അതൊന്ന് മനസ്സിലാക്ക. അവന് വേദനിച്ചെങ്കിൽ അതിന്റെ ആശ്വാസം തേടിപ്പോയത് മറ്റെവിടേക്കും അല്ല, കാവിശ്ശേരിയിലേക്ക്. ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ ഈ കാര്യം. അവനെ ഉച്ചയൂണും കഴിച്ചിട്ടാ അവിടുന്ന് പോന്നേന്ന്. അതുകൊണ്ടേ നീ അവന് വേണ്ടി ഉണ്ടാക്കി വെച്ചതല്ല നീയും നിന്റെ മറ്റവളും കൂടെ കഴിച്ചോ. അതിലൊരു പങ്ക് ഇവനും കൂടെ കൊടുക്കും. നീ കണ്ണുരുട്ടണ്ടടാ. നിന്റെ ആഗ്രഹം ഈ ജന്മം നടക്കാൻ പോകുന്നില്ല. അവന് വിധിച്ച പെണ്ണെ എന്റെ കരുണന്റെ മോള. അവര് തമ്മിലേ ചേരും. അതേ ദൈവം നേരത്തെ പറഞ്ഞു വെച്ച ബന്ധവാടാ. കാർത്തുവാണെങ്കിൽ കുളിയും കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോവുകയും ചെയ്തു. എനിക്കുറപ്പാ മോടെ മനസ്സിലെന്തോ തട്ടിയിട്ടുണ്ട്. ഇനി ഉണ്ണി അവളെ വേദനിപ്പിക്കുകയോ മറ്റോ ചെയ്തായിരുന്നു കണ്ണേട്ടാ? എങ്കിൽ ആ ബന്ധം നടക്കില്ല. അത് അറിയിച്ചു കഴിഞ്ഞു. അറിയിക്കേണ്ട ആളുകൾ തന്നെ. ഉണ്ണിയെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ, അയാളുടെ മാമൻ.
എന്നെ നേരിട്ട് വന്ന് കണ്ട് എന്നോട് ഈ വിവരം പറയായിരുന്നു. എന്നത് മാത്രമല്ല, നമ്മുടെ റൂട്ട് ക്ലിയർ ആക്കിയിട്ടാ അദ്ദേഹം പോയത്. ഞാൻ തന്നെ വിവാഹം കഴിക്കുന്നതില് അദ്ദേഹത്തിന് എതിർപ്പൊന്നുമില്ല. എനിക്ക് എതിർപ്പുണ്ട്. ഇയാൾ ഉൾപ്പെടെ ഒരാണുങ്ങളും ശരിയല്ല. പുറമെ ചിരിച്ചു കാണിക്കുമെങ്കിലും ഉള്ളി ശുദ്ധമല്ല. ഞാൻ കാത്തിരിക്കും തന്റെ കഴുത്തില് ഒരു താലി വീഴുന്ന വരെ. അതിനുള്ള ഭാഗ്യം എനിക്ക് തന്നെ ഉണ്ടാവട്ടെ. സമയം കളയില്ലായിരുന്നു. അതെനിക്കൊരു പ്രശ്നമല്ല. എന്റെ മുന്നിൽ ചോദ്യമായിട്ട് നിൽക്കുന്നത് കണ്ണേട്ടനാ. എടാ, ഞാൻ പറഞ്ഞല്ലോ, അങ്ങേര് നിന്റെ ഗാർഡിയൻ ആയിരുന്നെങ്കിൽ അങ്ങേരുടെ കഷ്ടപ്പാടിനുള്ള മുതലും പലിശയും കൊടുക്കണം. നമ്മുടെ പേരൻസ് നമ്മളെ പഠിപ്പിക്കുന്നത് നാളെ നമ്മൾ അവരെ കണ്ണും പൂട്ടി അനുസരിക്കുന്നുള്ള ചിന്തയോടല്ല. അതവരുടെ കടമേ. നാളെ നമുക്ക് മക്കൾ ജനിച്ചാലും ഇതൊക്കെ തന്നെയാ സംഭവിക്കാൻ പോകുന്നത്. എങ്കിലും പപ്പ, ഇനി കാര്യങ്ങൾ കൈവിട്ട് പോവരുത്. ഈ വിഷയത്തിന്റെ പേരില് അവിടെ യുദ്ധം നടക്കും. നടക്കും മോളെ, എനിക്ക് ഉറപ്പുണ്ട്. ഈ കണ്ണൻ എന്ന് പറയുന്നവൻ പാടവും പറമ്പും ഒക്കെ ഉഴുതു മറിച്ചാ മതി. ഉണ്ണിയുടെ ജീവിതത്തിൽ കയറി അവൻ കിളയ്ക്കൊന്നും വേണ്ട. ഉണ്ണിയുടെ നിലപാടായിരുന്നു എനിക്കറിയേണ്ടിയിരുന്നത്. അതവൻ അറിയിച്ചു കഴിഞ്ഞു. ഇനി ആ കാത്തു എന്ന് പറയുന്നവള് കരയാനുള്ള കണ്ണീര് കരുതി വെക്കട്ടെ, അല്ലേ? മോക്കിപ്പോ സന്തോഷം. എനിക്കൊന്നും അറിയില്ല. ഉണ്ണി ഇവിടേക്ക് വരുമ്പോഴേ കവളത്ത് പാടുണ്ടായിരുന്നു. എന്തു പറ്റിയതാ മോനെ? തല്ലുകൊണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായല്ലോ. ഒരു കണക്കിനത് നന്നായി. ഉറച്ച ചില തീരുമാനങ്ങൾ എടുക്കാൻ ഇതുപോലെയൊക്കെ സംഭവിക്കുന്നത് നല്ലതാ. എനിക്കറിയാം ഇനി എന്ത് വേണമെന്ന്. മുഖം പോലും മറന്നിട്ട് കരണമാമയുടെ വീട്ടിലേക്ക് പോയത്. അവസാനം കാർത്തുവിന് ഉണ്ണിയെ കിട്ടാതിരിക്കോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ കരുണമാമയുടെ മോള് ഉണ്ണിയുടെ കല്യാണ പെണ്ണാവില്ല. അതുകൊണ്ട് കണ്ണേട്ടന്റെ മുഖം പോലും മറന്നിട്ട് കരണമാമയുടെ വീട്ടിലേക്ക് പോയത്. അവസാനം കാർത്തുവിന് ഉണ്ണിയെ കിട്ടാതിരിക്കോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ കരുണമാമയുടെ മോള് ഉണ്ണിയുടെ കല്യാണ പെണ്ണാവില്ല. ഉണ്ണിയേട്ടന്റെ വഴിക്ക് പൊക്കോട്ടെ. അങ്ങനെ പെട്ടെന്നൊരു ദിവസം പറിച്ചു കളയേണ്ടതല്ലോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം. ഇവിടെ എന്ത് നടന്നാലും അത് പരസ്പരം സംസാരിച്ച് തീർക്കണം.
ഒന്നിക്കേണ്ടവർ ഒന്നിക്കുകയും വേണം. നീയായിരുന്നോ? ഇത് കാവിശ്ശേരി തറവാടാണ്. അല്ല, വഴിതെറ്റി വന്നതാണെങ്കിൽ അത് ഓർമ്മിപ്പിക്കണമല്ലോ. എനിക്ക് വഴി തെറ്റിയിട്ടൊന്നുമില്ല. 10-18 കൊല്ലം ഇവിടേക്ക് വന്നിട്ട് ഇനി ഇങ്ങോട്ട് വരരുതെന്നും കരുതിയതാ. പിന്നെ വരേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി. മാമൻ അകത്തുണ്ടോ? ഞാൻ ഒളിച്ചോടി പോയിട്ടൊന്നും ഇല്ലടാ. ഈ അനന്തരവന്മാരെ കുറിച്ചൊക്കെ കരണമ്മാമയ്ക്ക് ഇതിനു മുമ്പ് ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ണിക്ക് MBBS കിട്ടിയതോടെ ആ സ്വഭാവത്തിന് മാറ്റം വന്നു. ബന്ധം പുതുക്കണമെന്ന് തോന്നി. എന്റെ അനിയനെ വിലയ്ക്ക് വാങ്ങണമെന്നും. അതിനുള്ള മറുപടി ഞാൻ തന്നു കഴിഞ്ഞതാണ്. നീ അവനെ വിളിക്കുന്നുണ്ടെന്നും കാണുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. ഇനി അതിന് മുകളിലോട്ട് ഞാൻ അറിയാതൊരു പോക്ക് വേണ്ട. അതാണ് മാർഗമെങ്കിൽ തടസ്സം നിൽക്കുന്ന അനന്തരവനെ ഞാൻ അങ്ങ് തട്ടും. എന്നാലും എന്റെ മോക്ക് നിരാശപ്പെടേണ്ടി വരില്ല. നിന്റെ കണ്ണ് നനയില്ല. മോളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞതിന് അവന്റെ 5 വിരലും നിന്റെ മുഖത്ത് പതിപ്പിച്ചു അല്ലേ? ഇതൊക്കെ നല്ലതിനാടാ മോനെ. അവൻ തല്ലിയാലും കൊന്നാലും നീ നിന്റെ തീരുമാനം മാറ്റരുത്. വഴിപിഴച്ച് ഒരുത്തിയെ, ആരോരും ഇല്ലാത്തവളെ ഈ വീടിന്റെ മരുമോളാക്കരുത്. അവൾക്ക് വേണ്ടവനെ അവള് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നിനക്കറിയാലോ. വിജിത മോളെ ആകെ സന്തോഷത്തിലാ. അവൾ ഇങ്ങോട്ട് വരാൻ തയ്യാറായിട്ടിരിക്കുക. നീ ആ കൊച്ചിനെ നിരാശപ്പെടുത്തരുത്, സങ്കടപ്പെടുത്തേ. അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണ് നനയുന്നത്, അവളുടെ മനസ്സ് പടയുന്നത് എനിക്കതിനേക്കാൾ നൊമ്പരവാ. അവിടെ ഞാൻ എന്ത് ചെയ്തു പോകും? എന്നെ തന്നെ മറന്നുപോകും. ഞാൻ കാണാൻ ആഗ്രഹിക്കാത്തവരെ കണ്ടിട്ടാ ഇപ്പൊ വരുന്നത്. അറിയേണ്ടതൊക്കെ അവിടുന്ന് അറിയുകയും ചെയ്തു. നിന്റെ കരണത്തെ ഞാൻ അടിച്ചെങ്കിൽ എന്റെ നെഞ്ചത്ത് നീ കത്തി കെട്ടിക്കൊണ്ടിരിക്കുക. എടാ, നിനക്ക് വേണമെങ്കിൽ പോയി പറയാം. കാട്ടിക്കിടക്കുന്ന ജന്തുക്കളെക്കാൾ മോശം മനസ്സുള്ള നിന്റെ മാമനോട് എന്നെ അങ്ങ് കൊന്നുകളയാൻ മാറി നിൽക്കുന്നു. അങ്ങനെ കരുതിയത്. അപ്പോഴും ചിന്തിച്ചില്ല കാവിശ്ശേരിയിലെ കാരണയ്ക്ക് നന്ദിയില്ലാത്ത ബന്ധുക്കൾക്കരികിലേക്കാണ് നീ പോയതെന്ന്. ശരി, അവൻ പറയട്ടടാ, അവിടെ കിടന്ന് ചലക്കട്ടെ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, നീ എന്റെ വിജിതമോക്ക് കൊടുത്ത വാക്ക് മാറ്റി പറയരുത്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിരിക്കണം. പോലീസുകാരന്റെ കർമ്മങ്ങൾ സാറ് ചെയ്യും. അവിടെ പോലീസ് മന്ത്രിയുടെ സഹായം വേണ്ടി വന്നാൽ താൻ കൂടെ നിൽക്കണമെന്നാ പറഞ്ഞത്. ഇത്രയും നാളും ഇതൊക്കെ തന്നെയല്ലേ ഇവിടെ നടത്തിയിരുന്നത്. പിന്നെ ഒരു സംശയത്തിന്റെ ആവശ്യം എന്താ? ഇങ്ങോട്ട് സഹായിച്ചവരെ ഞങ്ങൾ കൈവിടാറില്ല. ബന്ധങ്ങൾക്കൊരു പരിധി വരെ വില കൊടുക്കണം. അതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ലെങ്കിൽ ആ ഭാഗം അങ്ങ് മറക്കണം.
തല്ല് കിട്ടണം അവന്. എന്നാ അതിനു മുമ്പ് ചില ചടങ്ങുകൾ കൂടി ബാക്കിയുണ്ട്. അവന്റെ തലമണ്ടയ്ക്ക് തന്നെ ആണിയടിക്കണം. അമ്മാവന്റെ തലയ്ക്ക് മുകളിൽ വളർന്ന അനന്തരവന്റെ. മനുഷ്യന്മാരിൽ അത് പ്രതീക്ഷിക്കണ്ട. എന്തിനാ കണ്ണേട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പേടിയായി തുടങ്ങിയ എല്ലാരെയും നാളെ അവൻ തല്ലിയതിന് തിരിച്ചു തല്ലുമെന്ന് പറയാൻ പറ്റില്ല. കാലം മാറുമ്പോ അതിനനുസരിച്ച് വേഷം മാറാത്തവര് തോറ്റുപോകും പവിത്രേ. അങ്ങനെ അവൻ എന്നെ തോൽപ്പിക്കില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. എങ്കിലും ഉള്ളിൽ കയറിപ്പോയ പേടി മാറാൻ ഇനിയും സമയമെടുക്കും. എവിടെയെങ്കിലും ഒരു മൂലയിൽ കൂടിക്കോളാം, ആർക്കും ഒരു ശല്യമില്ലാതെ. എന്താണ് കൃഷി ഓഫീസറെ? ഒരാളെന്നെ കാണാൻ വന്നിരുന്നു. കണ്ണേട്ടൻ്റെ അങ്കിൾ. രായോട്ടാ, ഞാൻ വരുന്നു. കണ്ണേട്ടൻ്റെ അനിയൻ ഒരു ഡോക്ടറാ. കണ്ണേട്ടൻ ആഗ്രഹിക്കുന്ന പോലെ കാർത്തൂനെ കല്യാണം കഴിക്കുമോ? എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട. നീ എന്നല്ല ആരും. അവിടെ എന്നും ഒരാളുടെ ശബ്ദം മാത്രമേ ഉയർന്നിട്ടുള്ളൂ. നീ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർക്ക് സ്നേഹം ഒരു നേരം പോക, വെറും ഒരു തമാശ. അങ്ങനെ എന്തെങ്കിലും എന്റെ ഉണ്ണിക്കുണ്ടെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞു തീർത്തോളാം, ഞാൻ പരിഹരിച്ചോളാം. അതുകൊണ്ടേ വിവരദോഷിയായ ഒരാൾ പുലമ്പെയ്ത് കേട്ട് സ്വപ്നം കാണണ്ട. നീ വെറുതെ തടി കേടാക്കണ്ട. ഇതാണോടാ നിന്റെ ഗുണമേന്മയുള്ള ഭക്ഷ്യവസ്തുക്കൾ? ആണോടാ? ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് എനിക്കറിയില്ല സർ. കുറച്ചുനാള് മുമ്പ് ഒരു പാവം പെങ്കൊച്ചിന് പാമ്പ് കൊത്തിയപ്പോ ഒരുത്തനങ്ങനെ പറഞ്ഞതാടാ, അവനൊന്നും അറിയില്ല. എന്നിട്ട് പിന്നീട് അവൻ പറയേണ്ടതൊക്കെ പറയേണ്ട രീതി പറഞ്ഞു. അതുപോലെ നീയും പറയും. പിടിക്കടാത്. എനിക്കൊന്നും അറിയില്ല സർ. പിടിക്കടാത്. പിടിക്കാൻ നടക്കടാ. നീ നല്ല ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുന്ന ആളുകളുടെ മുന്നിലൂടെ നടക്കടാ. എല്ലാവരും നിന്നെ ശരിക്കൊന്ന് കാണട്ടെ. സർ, നിന്റെ മുട്ടിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഉളുക്ക് വല്ലതും വീണിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മാറ്റിത്തരാം. സർ, നടക്ക. പപ്പേട്ടൻ എങ്ങോട്ടാ? ഒന്ന് കൃഷി ഓഫീസ് വരെ പോണം. ഇത്തവണയും കൃഷിയെല്ലാം വെള്ളം കൊണ്ടുപോയി. 100 കൊലച്ച വാഴയാ ഒടിഞ്ഞു വീണത്. നഷ്ടപരിഹാരം എന്ന് പറഞ്ഞ് കണ്ടവന്റെ തിണ്ണ നിരങ്ങുന്നതല്ലാതെ ഇതുവരെ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഞാനൊന്ന് പോയിട്ട് വരാം. പപ്പാ, എന്താ കുട്ടേട്ടാ? പപ്പാ, അതെ, നമ്മുടെ കണ്ണനെ പോലീസുകാർ പിടിച്ചോണ്ടുപോയി. നിന്റെ നാവ് പറയേണ്ടത് ഞങ്ങൾക്കുള്ള മറുപടിയാ, ഞങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. അത് പറയുന്നത് വരെ ഇടയ്ക്കും മുറയ്ക്കും നിന്റെ ശരീരം ചതയും. പേശികൾക്കൊക്കെ നല്ല ബലമായതുകൊണ്ട് ചതയാൻ സമയമെടുക്കും, അറിയാം. എങ്കിലും ഞങ്ങൾക്കറിയേണ്ടത് അറിഞ്ഞേ പറ്റൂ. സാറേ, ആ സാർ, ഒരു ഉപകാരം ചെയ്യണേ സാർ.
ഞാൻ ഇവിടെയാണെന്ന് എന്റെ കുടുംബത്തെ അറിയിക്കാതിരിക്കാൻ പറ്റൂ? അതിനാണല്ലോ സർക്കാർ എനിക്ക് ശമ്പളം തരുന്നത്. നിന്നെ പോലുള്ള ക്രിമിനലുകളുടെ രഹസ്യം സൂക്ഷിക്കും. ഇനി പറയാനുള്ളതൊക്കെ പറഞ്ഞു. അല്ല, പപ്പേട്ടന് കുടിക്കാൻ ചായയോ മോരോ? ഒന്നും വേണ്ട. മോനെ കാണാനാ വന്നത്. ഉണ്ണി എന്തെങ്കിലും അറിഞ്ഞായിരുന്നു? എന്താ പപ്പേട്ടാ? ആരോടൊന്നും പറയാൻ നിൽക്കണ്ട. നമുക്ക് ഉടനെ പോലീസ് സ്റ്റേഷനിലെത്തണം. നല്ലൊരു വക്കീലിനെയും കൊണ്ട്. എന്തൊക്കെയാ പപ്പേട്ടനീ പറയുന്നേ? കണ്ണൻ പോലീസ് കസ്റ്റഡിയിലാ. ജാമ്യത്തിലിറക്കണം. അതിന് കണ്ണേട്ടൻ... കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇപ്പോ ഉണ്ണി എനിക്കൊപ്പം വാ. വക്കീല് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഇതുവരെ ലഹരി വന്ന വഴി അവൻ പറഞ്ഞിട്ടില്ല. വൈകാതെ പറയും, അല്ലെങ്കിൽ ഞങ്ങൾ പറയിക്കും. അത് കഴിഞ്ഞ് ചില ചടങ്ങുകൾ കൂടി ബാക്കിയുണ്ട്. അതേപ്പറ്റി വക്കീൽ സാറിനും അറിയാലോ. ഇവിടെ നിന്ന് പോയാ പിന്നെ കോടതി പറയണം അവന് ജാമ്യം കൊടുക്കണോ വേണ്ടയോ. കോടതിക്ക് അവനെ പുറത്തു വിടാൻ താല്പര്യമുണ്ടെങ്കിൽ വിട്ടോട്ടെ. ഞങ്ങൾ ഏതായാലും അതിനില്ല. ശരി, നോക്കട്ടെ മറ്റെന്തെങ്കിലും വഴിയുണ്ടോന്ന്. വാടാ. കഞ്ചാവല്ല കേസ്. ഇവര് പറയുന്നത് കേൾക്കണ്ട സാർ. എന്റെ ഏട്ടനെ രക്ഷിക്കാൻ മാത്രമുള്ള കടപ്പാടൊന്നും ഇവർക്കില്ല. ഞാനും സിയോട് സംസാരിക്കട്ടെ. കണ്ണേട്ടനെ കടയിൽ നിന്ന് പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിന് ഞാൻ സാക്ഷിയായിരുന്നു. അദ്ദേഹം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളല്ല എന്നുള്ളത് ഉറപ്പാ. അതുകൊണ്ടാ ഞാൻ അഖിലിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേ. അതിനൊരുപാട് നന്ദിയുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ ശരിയാ. ഈ നാട്ടിൽ ആര് തെറ്റ് ചെയ്താലും അതിനെ തിരുത്താന്നല്ലാതെ അതിന്റെ കൂടെ നിൽക്കുന്ന ആളല്ല കണ്ണൻ. പപ്പേട്ടാ, പപ്പേട്ടൻ വാ. കണ്ണ, നീ നിന്റെ കടമ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഞാൻ ജയിലിൽ കിടക്കുന്നതിനേക്കാളും എനിക്ക് വേദനയാ നീ എന്റെ കാർത്തൂനെ കരയിക്കുന്നത്. ആരോരും ഇല്ലാത്തവളാണെന്നുള്ള തോന്നല് എന്റെ കുട്ടിക്കുണ്ടായിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ വേണം. എവിടുന്നൊക്കെ എന്തൊക്കെ പ്രലോഭനങ്ങളുണ്ടായാലും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എന്നോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ചടങ്ങ് നടക്കണം. നിങ്ങളുടെ വിവാഹം. മോനെന്താ ഒന്നും മിണ്ടാത്തെ? നിനക്ക് കാർത്തൂനോട് ദേഷ്യമുണ്ടോ? എന്നോടുണ്ടോ? അവന്റെ ഉള്ളിൽ എന്നോടോ കാർത്തൂനോടോ നീരസമുണ്ടെങ്കിൽ അറിയാതെ പറ്റിപ്പോയ തെറ്റാണെന്ന് പറഞ്ഞ് നീ അവനൊന്ന് സമാധാനിപ്പിക്കണേ പാപ്പാ. കണ്ണൻ ധൈര്യമായിട്ടിരിക്കും. എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും. കേൾക്കേണ്ട ആളുമല്ല. ഞാനെന്നാ കരുണമാമ ഒന്ന് കണ്ടിട്ട് വരാം. ചെല്ലു. ആ ഉണ്ണി, കണ്ണനെ രക്ഷിക്കാൻ മോന്റെ കരുണമാമ ചിലപ്പോ മോനെയായിരിക്കും ചോദിക്കുന്നത്. തൽക്കാലം ഉടക്കാനൊന്നും പോണ്ട. നമുക്കേ നമ്മുടെ കാര്യം നടക്കണം. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ചെല്ലേ.
പോലീസ് കണ്ണേട്ടനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയി. ഇപ്പൊ ലോക്കപ്പില്ല. അയ്യോ, അതിനവൻ ആരോടെങ്കിലും തല്ലോ വഴക്കോ മറ്റോ കൂടിയോ മോനെ? മാമ വിളിച്ച എസ് ഐ കേൾക്കാതിരിക്കില്ല. എങ്ങനെയെങ്കിലും ജാമ്യം എടുക്കണം. ചേടാ, അതിനവൻ ചെയ്ത തെറ്റെന്തെന്നറിയാതെ എങ്ങനെയാ? അതറിഞ്ഞാലേ പപ്പ വിളിക്കത്തുള്ളൂ. ഉണ്ണിയേട്ടനൊരു കാര്യം പറയുമ്പോ അത് കേട്ടാ പോരെ പപ്പ? എന്നാ പിന്നെ ഞാൻ എസ് ഐയെ വിളിച്ചൊന്ന് വിവരം പറയാം. പുതിയ ആളാ, എന്നാലും എന്നെ അറിയാം. വിളിച്ചോട്ടെ. ഇരിക്കും മോനെ. വേറെ എന്ത് കേസായിരുന്നേലും ഞാൻ രക്ഷപ്പെടുത്തിയനെ. ഇവിടെ മാമൻ ഒന്നും ചെയ്യാൻ പറ്റുകയല്ല. അവനെ മിക്കവാറും റിമാൻഡ് ചെയ്യും. മോനെ, എനിക്ക് അവനോട് ദേഷ്യമൊക്കെ ഉണ്ട്. എങ്കിലും കുടുംബത്തിലുള്ളവർക്ക് ഒരാപത്ത് വരുമ്പോ അതൊന്നും മനസ്സിൽ വെച്ചോണ്ട് നടക്കത്തില്ല. ഞാൻ സഹായിക്കാനേ ശ്രമിക്കൂ. അവിടെ പത്രക്കാരും ടി വിക്കാരും ഒക്കെ അറിഞ്ഞു എന്നായി എസ് ഐ എന്നോട് പറഞ്ഞത്. സാരല്ല മാമ. എന്തായി പപ്പേട്ട? കഞ്ചാവ് കേസല്ലേ, ജാമ്യം കിട്ടിയില്ല. പവിത്ര നിന്നെ വിളിക്കാൻ പറ്റോ ചെയ്തായിരുന്നോ? ഇല്ല. പവിത്ര ഒന്നും അറിഞ്ഞിട്ടില്ല. കാർത്തു, ഞാൻ ഉണ്ണിയെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കാവശ്ശേരിയിലേക്ക്. ഉണ്ണിയുടെ മാമൻ കണ്ണേട്ടനോട് കരുണ കാണിക്കൂ. പ്രയാസവാ. എങ്കിലും കണ്ണൻ നിരപരാധിയാണെന്ന് അയാൾ അറിയാവുന്ന എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവും. അങ്ങനെയുള്ളപ്പോ അവസാന മാർഗവും നമ്മൾ തന്നെ നോക്കണമല്ലോ. ഇനി സ്വന്തം മാമൻ തന്നെയാണോ അനന്തരവനെ ചതിച്ചതെന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അയാളിൽ നിന്ന് ഒരു കരുണയും പ്രതീക്ഷിക്കണ്ട. എല്ലാവരുടെയും മനസ്സിനകത്ത് എന്തൊക്കെയോ ഉണ്ട്. അതാരും പുറത്തു പറയാതിരിക്കുക. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ചെയ്യേ. ഭക്ഷണം കൊണ്ടുപോയി കണ്ണേട്ടന് കൊടുക്ക. പിന്നെന്താ, അതിനും വയ്യായി ഉണ്ണിക്ക്? എനിക്ക് തീരെ സുഖമില്ല. ചൂടൊന്നും ഇല്ലല്ലോ. നല്ല തലവേദനയുണ്ട്. എന്നാ ബാം പുരട്ടി കിടന്നോ. ഞാൻ തുളസിയിലയും ചുക്കൂട്ട് കഷായം ഉണ്ടാക്കി തരാം. കണ്ണേട്ടനെ പോലെയല്ല ഉണ്ണിയേട്ടൻ. കണ്ണേട്ടൻ എല്ലാരെയും സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടോ. ഉണ്ണി അങ്ങനെയല്ലെന്നാണോ മോള് പറഞ്ഞു വരുന്നത്? എല്ലാവരുടെയും പിണക്കും പരിഭവം ഒക്കെ മാറും. മോള് വേണം രണ്ടാളെയും മാറ്റിയെടുക്കാൻ. കണ്ണേട്ടൻ ആരുടെയെങ്കിലും മുൻപിൽ ഇത്തിരി താഴ്ന്നു തരുന്നെങ്കിൽ അത് മോളുടെ മുന്നിൽ മാത്രം. അതുകൊണ്ട് മോൾ ഒരു നേരം പട്ടിണി കിടന്നാ മതി. അതോടെ അനിയനോടുള്ള ചേട്ടന്റെ പിണക്കൊക്കെ മാറും. എന്നാ ഏട്ടത്തി പോയിട്ട് വരാം. കരുണനോട് ഉണ്ണി എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ നാവീന്ന് തന്നെ അറിയാം സത്യം. തെറ്റ് ചെയ്തവരാരും അത് ഏറ്റു പറയാറില്ല. അവര് സ്വയം ന്യായീകരിക്കാനേ ശ്രമിക്കും. നേർക്ക് നേരെ നിന്ന് സംസാരിക്കാത്തവൾക്ക് വാക്സാമർത്ഥ്യം കൂടിയിട്ടുണ്ടല്ലോ. വിളിച്ചോണ്ട് പോടി ഇവളെ. ഉണ്ണിയുടെ കരണത്തെ പാടുമാഞ്ഞിട്ടില്ല. അതിന്റെ സങ്കടവും ദേഷ്യവും ഇവളുടെ കരണത്തെ അടിച്ചു തീർക്കുന്നതിന് മുമ്പ് വിളിച്ചോണ്ട് പോടി. പോകുന്ന പോക്കി രണ്ടിന്റെയും ദേഹത്ത് ഏതെങ്കിലും വണ്ടി പാഞ്ഞു കയറിയിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്ക് മനസമാധാനത്തോടെ ഇവിടെ ഒന്ന് ജീവിക്കായിരുന്നു. അമ്മേ, കണ്ണേട്ടന് ഭക്ഷണമായിട്ട് പവിത്രടുത്ത് പോയല്ലേ? അവളുമാർ എങ്ങോട്ടെങ്കിലും പോട്ടെ മോനെ, അതിന് നമുക്കെന്താ? അത് വേണ്ടായിരുന്നു അമ്മേ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഏയ്, ഒന്നുമില്ലമ്മേ.